എല്ലാവർക്കും നമസ്കാരം. ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ എല്ലാവരും കാണുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ തികച്ചും വ്യത്യസ്തമായ ഒരു വിദ്യാഭ്യാസ മേഖലയിലെ ഒരു സ്ഥാപനത്തെ പരിചയപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ തക്കലയ്ക്ക് സമീപം കുമാരകോവിലിൻ്റെയും മേലാങ്കോട് ദേവീക്ഷേത്രത്തിൻ്റെയും ഏറ്റവും സമീപത്തായി 550 ഏക്കറിൽ കൂടുതൽ സ്ഥലത്ത് വളരെ വിശാലമായ ഒരു ഹരിത ക്യാമ്പസ്, ഗ്രീൻ ക്യാമ്പസ് ഉണ്ട്. നൂറുൽ ഇസ്ലാം സെന്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ. അവരുടെ തന്നെ നെയ്യാറ്റിൻകരയിൽ നിംസ് മെഡിസിറ്റി ഉണ്ട്. അവിടെ നഴ്സിംഗും മറ്റ് ഹോസ്പിറ്റലും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതേസമയം യൂണിവേഴ്സിറ്റി ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയാണ്. ലോകത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ്. തമിഴ്നാട്ടിലെ ധാരാളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴത്തെ ചാൻസലർ കൂടിയായിട്ടുള്ള ഡോക്ടർ മജീദ് ഖാൻ അവർകൾ അദ്ദേഹത്തിൻ്റെ ഭാവനാപൂർണമായ ചിന്തകളിൽ, സ്വപ്നങ്ങളിൽ നിന്നുകൊണ്ട് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ബോർഡർ പ്രദേശത്തെ, പ്രത്യേക തീരദേശ മേഖലയിലേക്കുള്ള സാധാരണക്കാർക്ക് വിദ്യാഭ്യാസം അപ്രാപ്യമായിരുന്ന, എഞ്ചിനീയറിംഗ് പോലുള്ള സാങ്കേതിക വിദ്യകളും എഞ്ചിനീയറിംഗ് പോലുള്ള കോഴ്സുകളും ലഭിക്കാതിരുന്ന കാലഘട്ടത്തിലാണ് ഏകദേശം 70 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പോളിടെക്നിക്കായി ആരംഭിച്ച് പിന്നെ എഞ്ചിനീയറിംഗ് കോളേജായി തുടർന്ന് ഞാൻ ഈ പറഞ്ഞ ക്യാമ്പസിലേക്ക് പോകുന്നത്. മനോഹരമാണ് ആ ക്യാമ്പസ്. അവിടെ അവരുടെ പാരിസ്ഥിതിക പ്രവർത്തനങ്ങളുടെയും കാലാവസ്ഥ വ്യതിയാന മാറ്റത്തിനെ പ്രതിരോധിക്കുന്ന പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഒരു ഗ്രീൻ ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ പോയിരുന്നു. ആ ക്യാമ്പസ് മുഴുവൻ ഞാൻ സന്ദർശിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, എയറോനോട്ടിക്സ്, ഷിപ്പിങ്ങുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ, MSc ഫിസിക്സ്, കെമിസ്ട്രി, മാനേജ്മെന്റ്, MBA തുടങ്ങിയ നിരവധി കോഴ്സുകളുണ്ട്. ധാരാളം പേർ അവിടെ നിന്ന് PhD ചെയ്തിറങ്ങിയിട്ടുണ്ട്. ശ്രീ മജീദ് ഖാൻ അവരുടെ തന്നെ മകനായിട്ടുള്ള എഞ്ചിനീയറായ ഫൈസൽ ഖാൻ, അദ്ദേഹമാണ് പ്രോ വൈസ് ചാൻസലർ. വൈസ് ചാൻസലറായിരിക്കുന്നത് ഡോക്ടർ ടെസ്സി തോമസ്, മിസൈൽ വുമൺ ആണ് എന്നറിയപ്പെടുന്ന മാഡമാണ്. പിന്നെ ധാരാളം ഫാക്കൽറ്റികളും മറ്റ് സംവിധാനങ്ങളുമുണ്ട്. ധാരാളം കുട്ടികൾ അവിടെ പഠിക്കുന്നു. മനോഹരമാണ് ആ ക്യാമ്പസ്. ഇതിലേറ്റവും കൗതുകമായി എന്നെ ആകർഷിച്ചത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 30 പ്രകാരം ഇന്ത്യയിൽ മൈനോറിറ്റി വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താം. അവർക്ക് അവരുടെ സ്റ്റാറ്റസ് ഉണ്ട്. പക്ഷേ മജീദ് ഖാനിൻ്റെ അവരുടെ ഒരു മതേതര ചിന്തയുണ്ടാകാം, അദ്ദേഹത്തിന് വിശാലമായ കാഴ്ചപ്പാട് ഉണ്ടാകാം, എല്ലാ മതങ്ങളെയും എല്ലാ സംവിധാനങ്ങളെയും ഒന്നിച്ച് കാണുന്നതും ഉണ്ടാകാം. അങ്ങനെ ഒരു മൈനോറിറ്റി സ്റ്റാറ്റസ് വേണ്ട, ഒരു ജനറൽ സ്റ്റാറ്റസിൽ ഒരു യൂണിവേഴ്സിറ്റി മതി എന്ന നിലയിലാണ് ആ യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നത്. ഇത് ഇന്ത്യയിൽ അപൂർവമായി കാണുന്ന ഒരു കാഴ്ചയാണ്. സാധാരണ ഇങ്ങനെ റിസർവേഷനോ മൈനോർ സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തി മറ്റ് നേട്ടങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഇതൊരു ജനറൽ യൂണിവേഴ്സിറ്റിയാണ് പ്രവർത്തിക്കുന്നത്. അവിടെ MSc എൻവയോൺമെന്റ് സയൻസും ക്ലൈമാറ്റ് ചേഞ്ചിന്റെ പുതിയ കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ധാരാളമായി സാധ്യതകളുള്ള കോഴ്സാണ്. അതുപോലെ തന്നെ മറ്റ് കോഴ്സുകൾ, നിരവധി കോഴ്സുകൾ നടത്തുന്നുണ്ട്. അതിനേക്കാളൊക്കെ പ്രധാനം മറ്റൊരു കാരുണ്യ പ്രവർത്തനമായി തോന്നിയത്, ഇപ്പോൾ വയനാടുണ്ടായ, മുണ്ടകൈ മലയിലുണ്ടായ, ചൂരൽമലയിലൊക്കെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ അനാഥമായി മാറിയ കുടുംബങ്ങളിലെ 103ഓളം ആളുകൾ, അവരെ വയനാട് നിന്ന് നിംസുകാർ പോയി കൊണ്ടുവന്നു. ഈ യൂണിവേഴ്സിറ്റിയിൽ അവർക്ക് സൗജന്യമായി പഠനവും ഹോസ്റ്റൽ സൗകര്യവും എല്ലാ സൗകര്യങ്ങളും കൊടുത്തുകൊണ്ട് പഠനമായി സൗജന്യമായി അവരെ പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ വേറിട്ട കാഴ്ചയാണ്. ധാരാളം കുട്ടികളെ സൗജന്യമായി പഠിപ്പിക്കുന്നു. ഒരുപാട് ആളുകൾ PhD ചെയ്തു. മനോഹരമായൊരു ക്യാമ്പസാണ്. അവർ പുതിയ പുതിയ കോഴ്സുകൾ ആരംഭിക്കുന്നു. കാലഘട്ടത്തിന് ആവശ്യമായ കോഴ്സുകൾ ആരംഭിക്കുന്നു. എന്നെ വല്ലാതെ ആകർഷിച്ചൊരു ക്യാമ്പസാണ്. നല്ല ഫാക്കൽറ്റികളാണ്. ധാരാളം പേർ PhD ഉള്ളവരാണ്. അതുപോലെ തന്നെ വളരെ ഉന്നതമായ വിദ്യാഭ്യാസം, UGC ഒക്കെ നെറ്റും അവിടുത്തെ സ്റ്റേറ്റ് ടെസ്റ്റും ഒക്കെ പാസ്സായിട്ടുള്ള വളരെ ഉന്നതമായ ഫാക്കൽറ്റിയും അതിമനോഹരമായ ക്യാമ്പസുമാണ്. മാത്രമല്ല, ഞാൻ അവിടെ ചെന്നപ്പോൾ എത്ര അച്ചടക്കമുള്ള മനോഹരമായ കുറേ അധികം കുട്ടികൾ അവിടെ പഠിക്കുന്നതും കാണാൻ മനസ്സിലായി. തീർച്ചയായിട്ടും വേറിട്ടൊരു അനുഭവമായിരുന്നു. പലതരത്തിലായ യൂണിവേഴ്സിറ്റി ഉയർന്നു നിൽക്കുന്നു. ഞാൻ സൂചിപ്പിച്ചതുപോലെ മൈനോറിറ്റി സ്റ്റാറ്റസ് എടുക്കാതെ ജനറൽ സ്റ്റാറ്റസിൽ പ്രവർത്തിക്കുന്ന നിരവധി കുട്ടികൾക്ക്
അവസരം കൊടുക്കുന്ന, നിരവധി പേർക്ക് സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കുന്ന, ഇതൊക്കെ ഒരു വേറിട്ട കാഴ്ചയാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ നാനോ ടെക്നോളജിയും എയറോനോട്ടിക് സയൻസും എഞ്ചിനീയറിംഗും ഈ പറഞ്ഞ കോഴ്സുകളും പഠിക്കുവാൻ പ്രസ്തുത യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നു. ഇത് കാണുവേണ്ട ഒരു അത്ഭുതം തന്നെയാണ്. തീർച്ചയായും യൂണിവേഴ്സിറ്റി എല്ലാ ഭാഗങ്ങളും നേരുന്നു. അവിടുത്തെ എൻവയോൺമെന്റ് സയൻസും ക്ലൈമറ്റ് ചേഞ്ചും ഡിപ്പാർട്ട്മെന്റും അതുപോലെ അത്തരത്തിലുള്ള കോഴ്സുകളും കാലഘട്ടത്തിന് ആവശ്യമായ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കോഴ്സും ഒക്കെ വരട്ടെ. നല്ല ഒരു യൂണിവേഴ്സിറ്റി ആണ് ഇപ്പോൾ തന്നെ. അത് ഉത്തരം വളരട്ടെ. അതിന്റെ പിന്നണി പ്രവർത്തകരായിട്ടുള്ള ചാൻസലറിനും വൈസ് ചാൻസലറിനും പ്രോ വൈസ് ചാൻസലറിനും പ്രത്യേകിച്ച് ഡോക്ടർ മജീദ് ഖാൻ അവർക്കും ശ്രീ ഫൈസൽ ഖാൻ അവർക്കും അതുപോലെ തന്നെ വൈസ് ചാൻസലർ ടെസ്സി തോമസ് മാഡം അവർക്കും മറ്റ് പ്രോ വൈസ് ചാൻസലർമാർക്കും എല്ലാവർക്കും ഫാക്കൽറ്റികൾക്കും വിദ്യാർത്ഥികൾക്കും ഹൃദയപൂർവ്വമായ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.